പ്രിയപ്പെട്ടവരെ, ശവസംസ്കാര കർമ്മങ്ങളിൽ പ്രത്യേകിച്ച് അതിൻ്റെ ലാസ്റ്റ് പാർട്ടൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് വളരെ വേദനാജനകമാണ്. പ്രിയപ്പെട്ട അപ്പച്ചനോ അമ്മച്ചിയോ മക്കളോ ഒക്കെ മരിച്ചു പോകുമ്പം അന്ത്യചുംബനം കൊടുത്തവരെ യാത്രയാക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, വലിയ വേദന നിറഞ്ഞു തുളുമ്പുന്ന നിമിഷങ്ങളാണ്. ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്ക് ഏകദേശം 35-36 വയസ്സ് മാത്രമേ ഉള്ളൂ. 2-3 മാസങ്ങൾ മാത്രമാണ് രോഗിയായിട്ട് കിടന്നത്. പിന്നീട് മരിക്കുക ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഹോസ്പിറ്റലിൽ വെച്ച് ആ സഹോദരനെ ഞാൻ ആ നിമിഷം കണ്ടു. വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന ആ മകൻ, 2 പേര് താങ്ങി പിടിച്ചു നിർത്തുന്ന ഒരു ചിത്രം. ആ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. കാരണം എന്താ? ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ആ മകൻ. ആ ശവസംസ്കാരത്തിൽ ആ മകനും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ 2 മക്കളും കൂടെ അമ്മയുടെ ശവമഞ്ചത്തിന് അരികെ നിൽക്കുന്ന ഒരു ചിത്രം. പ്രിയപ്പെട്ടവരെ, വലിയ വേദനാജനകമായ ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പോകുന്ന അവസരങ്ങളിൽ ജീവിതത്തിൽ വലിയ ദുഃഖമാണ്. എന്നാൽ നമുക്ക് ഒരു ചിന്ത ഉണരട്ടെ. ഈ നിമിഷങ്ങളിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ ജീവിച്ചിരിക്കുമ്പം അവരൊക്കെ എത്രമാത്രം നമ്മെ സ്നേഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അവർക്ക് ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സാന്നിധ്യം അവർക്ക് അനുഗ്രഹമായി മാറുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എപ്പോഴും കുറ്റം പറഞ്ഞ് വേദനിപ്പിക്കുകയാണോ നമ്മളൊക്കെ ചെയ്യാറുള്ളത്? ചെറിയ കാര്യങ്ങൾ കാണുമ്പം ഡിസ്റ്റേബ്ഡ് ആകുക, വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക, ഇതൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമൊക്കെ സംഭവിക്കാറില്ലേ? പ്രിയപ്പെട്ടവരെ, അന്ത്യദിനങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ഇതുപോലുള്ള ശവസംസ്കാര ചടങ്ങുകളെക്കുറിച്ച് ചിന്തിച്ചാൽ ജീവിതത്തിൽ ചിലപ്പം കുറേയൊക്കെ മാറ്റം വരും. ഈശോയെ സംസ്കരിക്കുന്നതാണ് നമ്മൾ 14-ാം സ്ഥലത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇനി ഇങ്ങനെയുള്ള തഴക്ക ദോഷങ്ങൾ, പ്രത്യേകിച്ച് എപ്പോഴും മറ്റുള്ളവർക്ക് ടോക്സിക് ആയിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കുന്ന തഴക്ക ദോഷങ്ങളാണെങ്കിൽ അതൊക്കെ നമുക്ക് സംസ്കരിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതെ, ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ മനസ്സിന് ഒരു പരിവർത്തനം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏത് അവസ്ഥയിലാണ് ജീവിക്കുന്നത്? എൻ്റെ പഴയ മനുഷ്യനെ ഒന്ന് മാറ്റി അതിനെ ഒന്ന് സംസ്കരിച്ച് പുതിയ മനുഷ്യനായിട്ട് ഉയരുവാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായേ, ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആമേൻ.